CPIM വിട്ടവരെ പുതിയ പാർട്ടിയിലെത്തിക്കാൻ PV അൻവർ, ജി സുധാകരൻ, വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, PK ശശി എന്നിവരെ നേരിൽ കാണും. പുതിയ പാർട്ടിയുടെ നയരൂപീകരണത്തിന് CPIM അസംതൃപ്തരുടെ അഭിപ്രായം തേടും. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. PV അൻവർ ഒരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം PV അൻവർ കോൺഗ്രസ് വിടുന്നു, പിന്നീട് അതായത് UDF വിടുന്നു, അതിന് പിന്നാലെ LDF പോകുന്നു, ഇടതുമുന്നണിയിലേക്ക് പോകുന്നു. പിണറായി വിജയന്റെ ഏറ്റവും അടുത്തയാളായി അദ്ദേഹം നിൽക്കുന്നു. പിന്നാലെ അവിടെ നിന്നും പുറത്തിറങ്ങുന്നു. അതും പിണറായിസം മരുമോനിസം രണ്ട് വാക്കുകൾ കേരളത്തിന് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്നു. അതിന് പിന്നാലെ ബേപ്പൂരിൽ പോയി മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നു. അതിനൊപ്പം ഈ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നു എന്നൊരു പ്രഖ്യാപനം ഇന്നലെ നടത്തുന്നു. അതിന് പിന്നാലെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തന്നെ PV അൻവർ നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് പുറത്തുവിടുന്നു. ആ കത്തിനുള്ളിൽ പല നേതാക്കളും KK രമയടക്കമുള്ള സംസ്ഥാനത്തെ പല നേതാക്കളും TMCയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു എന്ന് അൻവർ അറിയിച്ചതായി TMC തന്നെ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒടുവിൽ CPM വിട്ടവരുടെ, അതായത് അസംതൃപ്തരുടെയൊക്കെയും കൂടെ കൂട്ടി ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ അൻവർ നീക്കം നടത്തുന്നു. എന്താണ് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ? ഈ അൻവറിന് എന്താണ് പറ്റിയത്, ശാന്തകുമാർ? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞ പോലെ തന്നെ ഈ PV അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം വളരെ വിപുലമാണ്. അതൊരു 2014 ശേഷം വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒപ്പം നിന്നുകൊണ്ടും മറുകണ്ഠം ചാടിക്കൊണ്ടും എല്ലാം രംഗത്ത് വന്ന ആൾ തന്നെയാണ് PV അൻവർ. അതായത് കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ DECയിലേക്ക് പോയി. പിന്നീട് ഇടതുപക്ഷത്തിനോടൊപ്പം നിലമ്പൂരിൽ വന്ന് മത്സരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നും പിണങ്ങിപ്പോകുന്നു. പിന്നീട് UDFൻ്റെ ഭാഗമാകുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി UDFയിലേക്ക് എത്തുന്നു. അങ്ങനെ അത്തരം ചരിത്രങ്ങളെല്ലാം PV അൻവറിനുണ്ട്. പക്ഷേ ഇപ്പോൾ PV അൻവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസുമായി യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ദേശീയ നേതൃത്വം തന്നെ അറിയിച്ചതിനെ തുടർന്നാണ് അവസാനം ഇപ്പോൾ ആ പാർട്ടിയുമായുള്ള ബന്ധവും ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇനി PV അൻവർ ശ്രമിക്കുന്നത് CPMമിലെ അസംതൃപ്തരും ഒപ്പം തന്നെ CPM വിമതരായുമെല്ലാം നിൽക്കുന്ന പല പ്രമുഖ നേതാക്കളെയും ഒപ്പം നിർത്തുക, അല്ലെങ്കിൽ അവരുടെ സഹകരണം, അവരുടെ സഹായം തേടുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഇപ്പോൾ ജി സുധാകരനെ കാണുന്നുണ്ട്. തുടർന്ന് നമുക്കറിയാം കണ്ണൂരിൽ നിന്ന് TK ഗോവിന്ദനും അതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ, പാലക്കാട്ടെ PK ശശി ഉൾപ്പെടെയുള്ള നേതാക്കളെയും കാണാനുള്ള ശ്രമവും PV അൻവർ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ ചേരി ഉണ്ടാക്കുമ്പോൾ അതിൽ ശക്തരായ നേതാക്കൾ ഉണ്ട് എന്ന് ഉറപ്പിക്കുക എന്നതാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. നേരത്തെയും ഈ ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ അവ വേണ്ട പോലെ ഫലം കണ്ടിരുന്നില്ല. അത് PV അൻവർ ഇടതുപക്ഷം വിട്ടുകൊണ്ട് DMK രൂപീകരിച്ചപ്പോഴും കുറേ നിരവധി റാലികളും അതുപോലെ തന്നെ പൊതുയോഗങ്ങളും എല്ലാം സംഘടിപ്പിച്ചതാണ്. അപ്പോഴും പല നേതാക്കളും പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അങ്ങനെ പ്രധാനപ്പെട്ടവരാരും പങ്കെടുത്തിരുന്നില്ല. പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തി. തൃണമൂൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യമുണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഒപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഉണ്ടായത് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് യൂസഫ് പത്താൻ, തൃണമൂൽ കോൺഗ്രസിൻ്റെ MP കൂടിയായ യൂസഫ് പത്താൻ നിലമ്പൂരിൽ പ്രചരണത്തിനെത്തി എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ പുതിയ ഒരു നേതൃനിരയെ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. PV അൻവർ ഇത്തരത്തിലുള്ള ശ്രമം നടത്തുമ്പോൾ അത് ഏത് വിധേന എത്തും, അല്ലെങ്കിൽ അത് എങ്ങനെ ഫലം കാണും എന്നുള്ളത് കാത്തിരിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും മെയ് 15-നകം പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ, കേരള സംസ്ഥാനത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആ പാർട്ടിയുടെ നയരൂപീകരണത്തിനും മറ്റുമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMമിലെ അസംതൃപ്തരുടെ പങ്കാളിത്തം കൂടി, അല്ലെങ്കിൽ അവരുടെ സഹായം കൂടി ഇപ്പോൾ PV അൻവർ തേടുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ PV അൻവർ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സംസ്ഥാനത്തെ ഒരു സർക്കാർ എല്ലാം രൂപീകരിക്കുന്നതിനൊപ്പം PV അൻവറിന്റെ പുതിയൊരു പാർട്ടി കൂടി കേരളത്തിലുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ശാന്തകുമാർ, ശരി.